രണ്ടുപേരും കുരുതിട്ടോളാ. ഈ ചരട് പരസ്പരം കെട്ടുക. നമ്മൾ ചെല്ലുന്നത് ധൈര്യത്തോടെയാണെങ്കിലും സുജാത നമ്മളെ വീട്ടിൽ കയറ്റാതിരിക്കോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിക്കുമെന്ന് എനിക്കെന്തോ പേടി തോന്നുന്നു ഏട്ടാ. സുജാത തടസ്സം നിന്നാലും പ്രശ്നം ഉണ്ടാക്കിയാലും എന്തൊക്കെ പ്രയത്നങ്ങൾ നടത്തിയാലും നമ്മുടെ കുഞ്ഞല്ലേ, നമുക്ക് എന്തു വന്നാലും കാണാം. നടന്നതൊക്കെ പറയാം. അവൾ ആലോചിക്കുന്നത് വേറെ രീതിയിലായിക്കൂടെ? അവളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം സുജാതയും അത് മനസ്സിലാക്കിക്കോളും. അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്റെ വലത് കണ്ണ് തുടിക്കുന്നു മോളെ. കണ്ണ് തുടിച്ചാൽ എന്താ? എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാണെന്ന് പറയും. സൗമി, എന്താ അമ്മേ? ദമയന്തി ആന്റി ഇതുവരെ വന്നിട്ടില്ല. നീ ഒന്ന് പോയി വിളിച്ചോണ്ട് വരാമോ? ശരി അമ്മേ. വേദ, ഇന്നലെ അമ്പലത്തിൽ വെച്ച് സുജാത പറഞ്ഞത് ഈ കോളനിയാ വേദ. ആരോടെങ്കിലും ചോദിച്ചാലോ? ശരി ഏട്ടാ. ഏയ് മോളെ, മോളെ. ഹലോ മോനെ, ഒന്നിങ്ങ് വന്നേ. ഇവിടെ ഒരു സുജാതയുടെ വീട് എവിടെയാണെന്നറിയോ? വീട്ടു ജോലിക്കൊക്കെ പോകുന്ന ആ സുജാതയാണോ? അതെ മോനെ, അതാണ് സാർ. ഓ, താങ്ക് യു മോനെ. ഓക്കെ സാർ. വേദ, ആ വീടാണത്രേ. ശരി പോവാ, വരും. മോളെ, പൂജയിൽ മുതിർന്നവരുടെ പേര് ഉൾപ്പെടുത്തണം. മോളുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് പറഞ്ഞോളാ. സുഭദ്ര, ത്രിനദ്ര. മോന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് പറഞ്ഞോളൂ. നീ പറ മോനെ. എന്താ മോനെ ഇത്ര ആലോചിക്കണേ? വേഗം പറഞ്ഞോളാ. ചേച്ചി, എങ്ങോട്ടാ? ഞാനിപ്പോ വരാം അവനെ.
പറയേട്ടാ. പ്രസാദ് റാവു, വേദവതി. ഓം രമാ സത്യനാരായണ സ്വാമിനേ നമോ നമഃ. ശ്രീമൻ മഹാഗണാധിപതയേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. നിൽക്കവിടെ. എന്റെ കണ്ണു തുടിച്ചപ്പോഴേ അറിയായിരുന്നു എന്റെ നാശം കാണാൻ കൊതിക്കുന്ന ആരൊക്കെയോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് സൂചന കിട്ടിയിരുന്നു. എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? നിന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അമ്പലത്തിൽ വെച്ച് കേട്ടായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ അവളെ ഒന്ന് വന്ന് കണ്ട് ആശീർവദിച്ച് പോകാമെന്ന് കരുതിയിട്ടാ. നിങ്ങൾ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളും ചെകുത്താൻ എഴുതിയ വേദങ്ങളും രണ്ടും ഒന്ന് തന്നെയാ. എന്റെ അനിയത്തി വലിയ വീട്ടിലെ മരുമകളായ വിവരം പറയാൻ വേണ്ടി ഞാൻ വ്രതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നല്ലാതെ പരോക്ഷമായിട്ട് ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതല്ല. ക്ഷണിക്കാത്ത വിരുന്നിന് ചെല്ലരുത്. നിങ്ങളുടെ അഭിമാനം ഇല്ലാതായി പോവും. ഒന്ന് ആശീർവദിച്ചിട്ട് പോയിക്കൊള്ളാം മോളെ. നിങ്ങൾ അവൾക്ക് നൽകുന്ന ആശംസ പോലും എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് ആപത്തായിട്ടേ തീരുള്ളൂ. അതിന്റെ ഒരാവശ്യമില്ല. അതിന്റെ ഒരാവശ്യമില്ല. ഭാവനി, എന്തു പറ്റി? ചേച്ചി പുറത്താരോട് സംസാരിക്കാനായിട്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അതാലോചിക്കായിരുന്നു. ഈ പൂവെടുത്ത് ഒരു 11 തവണയായി സ്വാമിക്ക് സമർപ്പിക്കുക. ഇനി ഒന്നും സംസാരിക്കാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. നിന്റെ അനിയത്തിയുടെ പേരെന്താ മോളെ? ദുർഗാമാത. 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 എന്നെങ്കിലും ഒരു ദിവസം നിന്റെ വീട്ടിൽ കാലുകുത്തി എന്റെ കുടുംബം നശിപ്പിച്ചു കളഞ്ഞ നിന്നെയൊക്കെ മഹിഷാസുരനെ വധിച്ച പോലെ വധിച്ചിരിക്കും. നീ വായടയ്ക്ക്. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഇനി ഒരു അക്ഷരം കൂടി നീ പറഞ്ഞ ഞാനത് ക്ഷമിക്കില്ല. കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കാതെ വീട്ടിൽ വന്ന അതിഥികളെ നീ എന്താ അപമാനിക്കാൻ ശ്രമിക്കുന്നു? നിന്നെ കാണാൻ വേണ്ടിയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയും ഞങ്ങൾ ശ്രമിക്കുന്ന ഓരോ തവണയും കുഞ്ഞിലെ നടന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞ് താണ്ഡവമാടുന്നു. ബന്ധങ്ങൾ ഇല്ലാതാകുന്നതിന്റെ സങ്കടം നിനക്ക് മാത്രമേ ഉള്ളൂ, അത് ഞങ്ങൾക്കില്ലേ? ചുരുങ്ങിയത് നിന്റെ അനിയത്തിയോടെങ്കിലും ഞങ്ങളുടെ സങ്കടം പങ്കുവെക്കാന്ന് കരുതി. അവളെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കൂന്ന് കരുതി. ഞാൻ പറയുന്നതാ എന്റെ അനിയത്തിയുടെ വാക്ക്. ഒരക്ഷരം പോലും മാറില്ല. എല്ലാവരും നിന്റെ പോലെ ആവണമെന്നില്ല. കൂടപ്പിറപ്പുകൾക്കിടയിൽ വിട്ടുവീഴ്ച ഉണ്ടാവണം. നിങ്ങളുടെ കാര്യത്തിൽ എന്റെ അനിയത്തിയുടെ തീരുമാനവും എന്റെ തീരുമാനം തന്നെയാ. എനിക്ക് അകത്തേക്ക് പോകണം. നിങ്ങൾ പുറത്തേക്ക് പോകൂ. ഇത് എത്ര കാലം മോളെ ഇങ്ങനെ? എന്റെ അവസാനം വരെ ഒരു മാറ്റവും വരില്ല. ഒരൊറ്റ തവണത്തേക്ക് നിന്റെ വീട്ടിൽ കയറാനുള്ള അനുവാദം എന്താ മോളെ? പ്ലീസ് മോളെ. അനിയത്തിയും അവളുടെ ഭർത്താവിനെയും നിങ്ങളല്ലേ ഇല്ലാതാക്കിയത്? എന്നെ കൂടെ കൊന്നതിന് ശേഷം എന്റെ ശവത്തിന്റെ മുകളിലൂടെ കാലെടുത്ത് വെച്ച് കേറിക്കും. ഇറങ്ങി പോയി ഇവിടുന്ന്. സമ്മാനായി വന്നതാ. ദയവ് ചെയ്ത് ഈ സാരിയെങ്കിലും ഈ കൈകൊണ്ട്. പാപികളുടെ പണം കൊണ്ട് വാങ്ങിയ ഈ സാരി നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോ. ഇറങ്ങി പോവാൻ.
മോളെ വ്രതം പൂർത്തിയായിരിക്കണം. എല്ലാരും അക്ഷത എടുത്തോളുക. മോളെ ഇവർക്ക് സമർപ്പിച്ചോളാ. വ്രതം പൂർത്തിയായി മോളെ, അക്ഷതം സ്വീകരിച്ചോളാം. ആയിക്കോട്ടെ സ്വാമി, വാ മോളെ. അക്ഷതം കയ്യിൽ വന്ന് ചേർന്നാൽ പിന്നെ അത് ആശീർവദിക്കാനുള്ള അവകാശമാണ്. നോക്കാം, വാ. അതിന് പോകാൻ വരൂ. അവര് പുറത്തേക്ക് പോയ സമയം തൊട്ട് സിംഗിൾ എക്സ്പ്രഷൻ ഇട്ടായിരിക്കുന്നത്. ആദ്യം മൂടി നിന്ന് പുറത്തേക്ക് വാ. നിന്നെ കാട്ടിക്കൊണ്ടിട്ടാലും മരുഭൂമി കൊണ്ടിട്ടാലും ഷെയർ മാർക്കറ്റിൽ കളിച്ചോണ്ട് നീ അവിടെ ഇരുന്നോളൂ. ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ, സിംഗിൾ അജണ്ട. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പോയവരുടെ പുറകെ ഡിറ്റക്റ്റീവ്സിനെ പോലെ പോകാൻ പറ്റുമോ? എനിക്കെന്തോ അച്ഛനെ അമ്മ ഇപ്പൊ സംശയം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാ എന്താ? നമ്മൾ അറിയാതെ എല്ലാരും കൂടെ ചേർന്ന് എന്തെങ്കിലും നാടകം നടത്തുന്നുണ്ടോ? അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഒന്നും മിണ്ടാതിരുന്നേ. സംശയങ്ങൾക്ക് ഒരു അതിര് വേണം. അച്ഛനും അമ്മയ്ക്കും നമ്മളോട് രഹസ്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് പറ. എന്തേലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നതല്ലേ. അമ്മമ്മയും അപ്പൂപ്പനും വന്ന ശേഷം സ്ട്രോങ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചേട്ടാ. അതെ അളിയാ, കാവ്യ പറഞ്ഞതുപോലെ ഞാൻ തന്നെ എതിരെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോളാം. രഹസ്യങ്ങളുടെ ചുരുൾ ഞാൻ അഴിയിക്കും. അമ്മയുടെ ഉണ്ട കണ്ണുവെച്ചൊന്ന് നോക്കിയാ ഉഗാണ്ട വരെ അങ്ങ് ഓടിക്കോളും. എന്നിട്ട് നിങ്ങൾ ചോദിക്കുമെന്ന്. പ്രഹരശേഷിയുള്ള തമാശ തന്നെ. ഇനി അത്ര സ്ട്രോങ് ആണെങ്കിൽ ഭാര്യയുടെ വീട്ടിലൊന്ന് നിൽക്കുവോ? എപ്പോഴും നിനക്ക് എന്റെ ഭർത്താവിനോട് ഇതേ പറയാനുള്ളോ? അത് അളിയനും ഞാനും തമ്മിലുള്ള തമാശയല്ലേ ചേച്ചി. ചേച്ചി ഫീൽ ആകണ്ട. സംസാരിക്കേണ്ട കാര്യം സംസാരിക്കാതെ വേറെന്തൊക്കെയോ സംസാരിക്കുന്ന എന്തിനാ? ശരിയടി, ആദ്യം നീ എന്താ ചിന്തിക്കുന്നതെന്ന് പറ. അച്ഛനും അമ്മയും വരുമ്പോ തന്നെ പിടിച്ചു നിർത്തി ഞാൻ തന്നെ ചോദിക്കും. ചോദിക്കണം, കൈയോടെ പോക്കണം.
നല്ലോണം പഠിക്കുന്നില്ലേ മോള്? ഞാൻ പഠിക്കുന്നുണ്ട് ചെറിയച്ഛ. വെരി ഗുഡ്. തൽക്കാലം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഈ വസ്ത്രമല്ലാതെ വേറൊന്നും തരാൻ എന്റെ കയ്യിലില്ല. എന്നോടൊന്നും തോന്നരുത് മോനെ. ഇതൊന്നും അത്ര വില കൂടിയതല്ല. ദയവ് ചെയ്ത്. വില കൂടിയ എന്തിനേക്കാളും ചേച്ചിയുടെ സ്നേഹമില്ലേ, അത് മതി ഞങ്ങൾക്ക്. ആശീർവദിക്കണം ചേച്ചി. അയ്യോ മോനെ, നീ എന്റെ കാലിൽ വീഴുന്ന എന്തിനാ മോനെ? അത് കുഴപ്പമില്ല ചേച്ചി, ആശീർവദിക്ക. ഒന്ന് നിക്ക്. രണ്ടാളും ഒരുപാട് നാള് സന്തോഷത്തോടെ ഇരിക്കെ. അളിയനൊരു നല്ലവനായിരുന്നെങ്കിൽ ഇത്തരം സമയങ്ങളിലൊക്കെ നമുക്കൊപ്പം ഉണ്ടാവുമായിരുന്നു. എങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവുമായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ അളിയൻ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ആഗ്രഹവും വിശ്വാസവും ഒക്കെ എന്നേ പോയതാ. അങ്ങനൊന്നും ഇല്ലേ ചേച്ചി. ആ ആഗ്രഹങ്ങൾക്കൊക്കെ ചിറകും വിളിക്കുന്ന ഒരു ദിവസം